സർവോക്ഷത്തെയും കൊടുത്തിരിക്കുന്നതായ മഹാഗംഗയാണ്. അതെ, ഗംഗാ ഉത്ഭവം അറിയാവോ മനുഷ്യന്റെ? പരിപാവനമായിരിക്കുന്നതായ മനില ദോഷങ്ങളെ നീക്കുവാനായിക്കൊണ്ട് ശരീരത്തിൽ ഒഴുകിപ്പോകുന്നതായ ഗംഗയും യമുനയും കാവേരിയും ഉത്ഭവിച്ചിരിക്കുന്നതായ സ്ഥാനങ്ങൾ അറിയോ? അവതാരത്തിങ്കൽ നന്നായിട്ട് അവതരിച്ചിട്ട് മഹാബലിക്ക് 3 അടി അല്ലെ വേണമെന്ന് കൽപ്പിച്ചപ്പോൾ ദേവന്മാർക്കത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ ആദ്യത്തെ പാദം ഉയർത്തുമ്പോൾ ആ ബ്രഹ്മൻ്റെതായ ബ്രഹ്മാന്തരത്തിൻ്റെ കൊണ്ടിട്ട് ആ ബ്രഹ്മാന്തരം പൊട്ടിപ്പുറപ്പെട്ടതായ ഗംഗയാണ്. അവിടുന്നാണ് ഗംഗ. ആ ഗംഗയെ അതെ സംഹാരിയായിരിക്കുന്ന മഹാഗംഗയെ സംഹാരിതരായിരിക്കുന്ന മഹാദേവനെല്ലാം നമുക്ക് ആർക്കും അറിയാൻ പറ്റും. ആ ജടയിൽ സൂക്ഷിച്ചു അവർക്ക് കൃഷ്ണനായിരിക്കുന്നതായ അല്ലെ ആ ഭഗീരഥൻ തൻ്റെ പിതാക്കന്മാർക്ക് മോക്ഷം കൊടുക്കും. അതിനുള്ളതായ ഗംഗ തന്നെയാണ് നിന്നത് എന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും